മുമ്പും പലതവണ പ്രിയങ്ക വധേര കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കുമെന്ന് വാർത്തകളുണ്ടായിരുന്നതാണ്. പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വധേരയുടെ വിവാദമായ ഭൂമി ഇടപാടുകളും വ്യവസായ ബന്ധങ്ങളുമാണ് പാർട്ടി നേതൃത്വം ഏറ്റെടുക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മനോവീര്യം പൂർണ്ണമായി തകർന്നിരിക്കുന്ന കോൺഗ്രസ് അണികൾക്ക് ആത്മവിശ്വാസവും ഉത്സാഹവും നൽകാൻ പ്രിയങ്കയുടെ നേതൃത്വമല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നതാണ് ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ. നിലവിൽ ജനാർദ്ദൻ ദ്വിവേദി വഹിക്കുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനമോ നിർമ്മൽ ഖത്രി വഹിക്കുന്ന ഉത്തർപ്രദേശ് PCC അധ്യക്ഷ സ്ഥാനമോ പ്രിയങ്കയ്ക്ക് നൽകണമെന്നാണ് പൊതുവെ ധാരണ. ഉത്തർപ്രദേശിൽ BJP ഉണ്ടാക്കിയിട്ടുള്ള വൻ മുന്നേറ്റം തടയാൻ പ്രിയങ്ക അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ താല്പര്യം. രണ്ട് പദവികളിൽ ഏത് പ്രിയങ്ക തെരഞ്ഞെടുത്താലും രാഹുൽ ഗാന്ധിക്കായിരിക്കും സംഘടനയിൽ അവർ റിപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം AICC പുനഃസംഘടിപ്പിക്കാനും കോൺഗ്രസിന് പദ്ധതിയുണ്ട്. ലോക്സഭാ പരാജയം പഠിച്ച ആന്റണി സമിതിയും അഴിച്ചുപണിക്ക് ശുപാർശ ചെയ്തിരുന്നു. അങ്ങനെ വന്നാൽ കേരളത്തിൽ നിന്ന് KV തോമസും PC ചാക്കോയും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെത്തും. നിലവിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ചെയർമാൻ സ്ഥാനം കോൺഗ്രസ് PC ചാക്കോയ്ക്ക് നൽകിയിട്ടുണ്ട്. പാർലമെന്റ് സുപ്രധാനമായ പബ്ലിക് അക്കൗണ്ട് സമിതി ചെയർമാൻ സ്ഥാനത്തേക്ക് KV തോമസിനെ ശുപാർശ ചെയ്യുക വഴി അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കോൺഗ്രസ് നേതൃത്വം നൽകാൻ പോകുന്നു എന്ന സൂചനകളും ലഭിക്കുന്നു. മീഡിയ 1 ഡൽഹി.